നമസ്കാരം. ഗ്രീൻസ് പ്രസൻസ് ടിക്ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ടിക്ടോക്ക് നമ്മുടെ വളരെ നല്ല രീതിയിൽ നമ്മുടെ പ്രേക്ഷകരൊക്കെ ടിക്ടോക്കിനെ ഇങ്ങനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് സമ്മാനങ്ങൾ നേടുന്നൊരു കാഴ്ചയാണ് ടിക്ടോക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ ടിക്ടോക്കിൻ്റെ എപ്പിസോഡ് ഇന്ന് ചിത്രീകരിക്കുന്നത് സ്കൈ ഗോൾഡ് കൂത്തുപറമ്പിലുള്ള സ്കൈ ഗോൾഡിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ സ്കൈ ഗോൾഡ് ഒരുപാട് ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പുതുവത്സരം അതുപോലെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് നല്ല ഓഫേഴ്സൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കൈ ഗോൾഡ് കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ടിക്ടോക്കിലെ കുറച്ച് സെഗ്മെൻറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചു വരാം. ഓക്കെ, വാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്കൈ ഗോൾഡ് കൂത്തുപറമ്പയാണ്. അപ്പോൾ കണ്ടോ, ട്രീയൊക്കെ ഉണ്ട്, ഒരുപാട് സമ്മാനമൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓഫേഴ്സിൻ്റെ അകത്ത്. ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്താ പറയേണ്ട ഒരുപാട് സമ്മാനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ മത്സരാർത്ഥി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെയൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് അല്ലെങ്കിൽ ചോദ്യമൊക്കെ ചോദിച്ച് സമ്മാനമൊക്കെ കൊടുത്തിട്ട് വരാം. ഓക്കെ, കം. യെസ് മോനെ, എന്തൊക്കെയാണ് പേര്? സുഖം. എന്താ പേര് മോൻ്റെ? കനിഷ്ക്. എവിടെയാണ് സ്വദേശം? മമ്പറം. ഓക്കെ, അപ്പം ഞാൻ വരുന്നത് നമ്മുടെ കണ്ണൂർ വിഷൻ ഗ്രീൻസ് പ്രസൻസ് ടിക്ടോക്കിൽ നിന്നാണ്. അപ്പോൾ ടിക്ടോക്കിൽ നമ്മുടെ മത്സരാർത്ഥിക്ക് 3 സെഗ്മെൻറ്റാണ് ലഭിക്കുക. അതായത് ആദ്യത്തെ സെഗ്മെൻറ്റ് എന്നത് ഒരു കുസൃതി ഗെയിം, അതായത് ഫണ്ണി ഗെയിം. നെക്സ്റ്റ് എന്നത് ഒരു ഫണ്ണി ക്വസ്റ്റ്യനാണ്. ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജിലേക്ക് പോകും. ഓക്കെ, 3 സെഗ്മെൻറ്റാണ്: ഫണ്ണി ഗെയിം, ഫണ്ണി ക്വസ്റ്റ്യൻ, പിന്നെ ജനറൽ നോളജ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ ഫണ്ണി ഗെയിമാണ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗെയിമിന് ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അതായിട്ട് ഇൻ കേസ് ആൻസർ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് സെഗ്മെൻറ്റിലേക്ക് ഫണ്ണി ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫണ്ണി ക്വസ്റ്റ്യനിൽ ആൻസർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയൊരു സമ്മാനം കിട്ടും. ഓക്കെ, എന്നിട്ട് ജനറൽ നോളജിലേക്ക് പോകും. ജനറൽ നോളജിൽ ആൻസർ പറയാൻ നമ്മൾക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്കൈ ഗോൾഡ് പ്രസൻറ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഓക്കെ, പോയിക്കൂടെ? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് ആഘോഷിച്ചു. എവിടെയും ഔട്ടിങ്ങിൽ പോയിരുന്നു? ഇല്ല, മോൻ എന്തിൻ്റെ പാട്ട് പാടുമോ? പാടാറില്ല? ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഒരു ഫണ്ണി ഗെയിം നോക്കാം. ഒന്ന് മൊബൈൽ എടുത്തേ. മൊബൈലുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ എന്താണ്, മൊബൈൽ അവിടെ വെച്ചിരിക്കണം. ഓക്കെ, ഒന്ന് കൊടുത്തോളൂ. ഓക്കെ, നമ്മൾ മൊബൈൽ ഇല്ലാതെ ഒരു സമയം വന്നത് നമുക്ക് വല്ലാതൊരു വിഷമാണല്ലേ. ഇപ്പോൾ എല്ലാം മൊബൈൽ അഡിക്റ്റഡ് ആണ്. എല്ലാ കാര്യത്തിലും നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു. മൊബൈലിൽ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മൊബൈലിൽ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കരുത്, നോക്കാതെ വെച്ചോളൂ. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരുപാട് പേരുകൾ, ഒരുപാട് നമ്പേഴ്സ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അതിൻ്റെ അകത്ത്. സ്റ്റുഡൻറ്റ് നെയിമാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് എസ്സിലത് സഹൽ റാസി
എന്ന പേരാണ് കേട്ടോ. കണ്ടോ, SAയിലാണ് വരിക നോർമലി. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ സേവ് ചെയ്യുന്ന സമയത്ത് A ആണെങ്കിൽ A വരും. പിന്നെ ഓരോരോ അക്ഷരത്തിൻ്റെ നെക്സ്റ്റ് എന്നത് Aയിലാണ് വരും. അപ്പം സഹൽ റാസിയാണ് കേട്ടോ, സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ സെഗ്മെൻറ്റിൽ നമ്മുടെ മത്സരത്തിൽ പേര് ഒരിക്കൽ കൂടി പറയും. ആശ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? ഞാൻ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഏത് സബ്ജക്റ്റാണ്? സോഫ്റ്റ്വെയർ ഫാക്കൽറ്റിയാണ്. മെമ്പറാണ് സുരേഷ്. അതെ. ഓക്കെ. അപ്പോൾ ആദ്യം പിന്നെ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിൻ്റെ അകത്തുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്ന അതേ ഒരു ഫീൽ തന്നെ ആലോചിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്നാൽ എല്ലാം ശൂന്യമാകും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. അറിയില്ല. ഓക്കെ. അപ്പം ആശ ടീച്ചർ, മകൻ്റെ പേരെന്തായിരുന്നു? കനിഷ്ക്. ആശ ടീച്ചറും കനിഷ്കാണ്. അപ്പം ആശ ടീച്ചർ ആദ്യത്തെ സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്തില്ല, രണ്ടാമത്തെ സെഗ്മെൻറ്റിലും ആൻസർ ചെയ്തില്ല. അപ്പോൾ നമുക്ക് അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം. ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള മനോഹരമായ കുസൃതി ഗെയിമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ആൻസർ പറഞ്ഞില്ല. സോ നമുക്ക് നെക്സ്റ്റ് അടുത്ത ആരാണ് പറയുക, ആർക്കാണ് നമ്മുടെ സ്കൈ ഗോൾഡ് നൽകുന്ന വളരെ മനോഹരമായിട്ടുള്ള സമ്മാനം കൊടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. യെസ്, ഓക്കെ. നമ്മുടെ സെക്കൻഡ് കണ്ടസ്റ്റൻറ്റ് ഓക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നമ്മളിപ്പോൾ ചിത്രീകരിക്കുന്നത് സ്കൈ ഗോൾഡ് കൂത്തുറമ്പുള്ള ഷോറൂമിൽ വെച്ചാണ്. ഓക്കെ, പേര് പറയാം ആദ്യം. ഷർമിള. ഷംന എന്ത് ചെയ്യുന്നു? സോറി, ഷർമ
ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ ചേർന്നാൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത. ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് അടുത്ത അവസരത്തിൽ പിന്നീട് വീണ്ടും കാണാം. എവിടെയെങ്കിലും വെച്ചിട്ട് കണ്ട് ഇത്തരത്തിലുള്ള മത്സരത്തിൽ പങ്കെടുത്ത് നമുക്ക് സമ്മാനമൊക്കെ നേടാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ പിന്നെ ഇന്നത്തെ ടിക്ടോക്ക് കൂത്തുപറമ്പിലെ സ്കൈ ഗോൾഡിൻ്റെ ഷോറൂമിലാണ് എത്തിയിരിക്കുന്നത്. 2 മത്സരാർത്ഥികളെ ഞങ്ങൾ കണ്ടു. 2 മത്സരാർത്ഥിനും ആദ്യത്തെ ഒരു സെഗ്മെൻറ്റിൽ ഒരാൾ, രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് എന്നത് രണ്ടാമത്തെ സെഗ്മെൻറ്റിലെ കുസൃതി ചോദ്യത്തിന്, അതായത് കുസൃതി ഗെയിമിന് ആൻസർ ചെയ്തു. ആദ്യത്തെ മത്സരാർത്ഥി ഒന്നിനും ചെയ്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വരാനിരിക്കുകയാണ്. അവരോടൊക്കെ ചോദിച്ച് നമുക്ക് എന്തായാലും നമ്മളെ സ്കൈ ഗോൾഡ് നൽകുന്ന ഈ ഒരു മനോഹരമായ സമ്മാനം നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ സ്കൈ ഗോൾഡ് ഈ പുതുവത്സരം അതുപോലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഓഫേഴ്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇതിന് സ്കൈ ഗോൾഡ് അതോറിറ്റിയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ഓഫേഴ്സൊക്കെ ഒന്ന്? സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മളെ പുതുവത്സരത്തിൻ്റെയും പിന്നെ ക്രിസ്മസിൻ്റെയും, അതായത് നമ്മളെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതിനും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ വർഷം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് തന്നെ ഗിഫ്റ്റ് എടുക്കാമെന്നുള്ള ഒരു പുതിയൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മളാണ്. എല്ലാവർക്കും അത് എല്ലാ പർച്ചേസിനും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വരുന്ന എല്ലാ പർച്ചേസിനും അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതല്ലാത്ത ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 31-ാം തീയതി നമ്മളൊരു സർപ്രൈസ് ഓഫർ വെച്ചിട്ടുണ്ട്. അത് ഇതുവരെ ഔട്ട് ചെയ്തിട്ടില്ല. അത് നമ്മളെ സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കസ്റ്റമേഴ്സിന് മാത്രമാണ്. അപ്പോൾ അത് 31-ാം തീയതിയാണ്. പിന്നെ ഒരു ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബെഡ്ഡിങ് കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ്. അതൊരു സംതിങ് ഡിഫറെൻ്റ് ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് മലേഷ്യയിലേക്ക് ഹണിമൂൺ ട്രിപ്പ് പാക്കേജാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 5 പേർക്ക് ഹൈദരാബാദിലും 7 പേർക്ക് നമ്മൾ വയനാട്ടിലേക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ലൊരു ഓഫറാണ് നമ്മൾ ഈ പുതുവത്സരത്തിലും ക്രിസ്മസിലും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അടിപൊളി അടിപൊളി, ഒരുപാട് നല്ല മനോഹരമായ ഓഫറാണ്. നല്ല നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഓഫറാണ്. മറ്റൊരു പ്രത്യേകത, നമ്മുടെ സ്കൈ ഗോൾഡിൽ ഈ സമയത്ത് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ നിന്ന് ഓരോ സമ്മാനങ്ങൾ നേടാൻ പറ്റുന്ന അവസരം നമുക്കുണ്ടോ? സമ്മാനം കിട്ടുമോ? നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ട്. സ്കൈ ഗോൾഡിൽ എൻട്രി ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ട്. സ്കൈ ഗോൾഡ് എൻട്രി ചെയ്യുന്ന എല്ലാവർക്കും സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഓഫർ എന്നത് 2024 31-ാം തീയതിയാണ് അത് അനൗൺസ് ചെയ്യുന്നത്. അത് വളരെ ഇതുവരെ പറഞ്ഞില്ല കേട്ടോ. ഇതുവരെ കാര്യങ്ങൾ വളരെ വണ്ടർഫുൾ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. അത് ഇതുവരെ പറഞ്ഞില്ല, ഷെയർ ചെയ്തില്ല.
അപ്പോൾ നിങ്ങളെല്ലാവരും അതിനിടയിൽ 31-ാം തീയതി തന്നെ വന്നിട്ട് മാക്സിമം പർച്ചേസ് ചെയ്തിട്ട് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ നേടുക. അതാണ് എനിക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും. എനിവേ താങ്ക്സ് എ ലോട്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ അവരോട് ടിക്ടോക്കിലൂടെ സമ്മാനങ്ങളൊക്കെ കൊടുക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ടിക്ടോക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സ്കൈ ഗോൾഡ് കൂത്തുപറമ്പ് ഷോറൂമിൽ വെച്ചായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ മിർഷാദ് സർ എല്ലാ ഓഫേഴ്സും വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓഫേഴ്സിൻ്റെ കാര്യങ്ങൾ മിർഷാദ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കണ്ടത് 2 ഗ്രൂപ്പ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ 3 സെഗ്മെൻ്റ് ആയിരുന്നു. ടിക്ടോക്കിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം, 3 സെഗ്മെൻറ്റാണ് നമുക്ക് ടിക്ടോക്കിലുള്ളത്. ആദ്യം ഒരു കുസൃതി ഗെയിം, രണ്ടാമതൊരു കുസൃതി ചോദ്യം, ആഫ്റ്റർ ദാറ്റ് ജനറൽ നോളജാണ്. അപ്പോൾ 2 പേരോട് ചോദിച്ച സമയത്ത് ആദ്യത്തെ കണ്ടസ്റ്റൻറ്റ് ആശയായിരുന്നു. ആശ ടീച്ചറാണ്. അപ്പോൾ ആശ ഈ 2 സെഗ്മെൻറ്റ് പറഞ്ഞപ്പോൾ ആശക്ക് ആൻസർ ചെയ്തില്ല. നെക്സ്റ്റ് എന്നത് വീണ്ടും മറ്റൊരു ഫാമിലി, ഒരു അമ്മയും മകളെയും കണ്ടു. അപ്പോൾ അവർ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് ഉത്തരം പറഞ്ഞു തന്നു. അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 അക്ഷരങ്ങൾ കൂടി ചേർന്നാൽ എല്ലാം ശൂന്യമാകുമെന്നുള്ള രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എം ടി ആൻസർ ചെയ്തു. പക്ഷേ അവസാനത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിൽ ആൻസർ ചെയ്തില്ല. ജനറൽ നോളജ് എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പിന്നെ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത എന്നായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്നത് മാരി ക്യൂറി ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അത് ആൻസർ എന്നത് മാരി ക്യൂറിയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ അനിലേഷ് ഷാർഷ ഓൺ ടിക്ടോക്ക്.